അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്കും നമ്മുടെ വേദനയ്ക്കും നമ്മുടെ നിന്ദയ്ക്കും ഒക്കെ ഒരു അവധിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങൾ ഡ്രഗ് സ്റ്റോറിൽ പോയി, ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു സ്ട്രിപ്പ് മെഡിസിൻ എടുക്കുന്നത്, അതിനകത്ത് ആദ്യമേ നോക്കുന്നത് അറിയത്തില്ല, സാധാരണ നോക്കുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്ര ആണെന്നാണ്. അപ്പോൾ ഒരു നല്ല സാധനമല്ല, ഇത്രയും ഗുളികയില്ല, ഇതിനെന്തോ എക്സ്പയർ ആവാനാ, പക്ഷേ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു ഫുഡ് പാക്കറ്റ്, ഒരു ബ്രെഡ് പോലും വാങ്ങിക്കുന്നു, അതിൻ്റെ നോക്കുന്നു, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റും. അങ്ങനെ ഈ ലോകത്തിലുള്ള സകലത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്കും ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഡേറ്റിനകത്ത് ആക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. ദൈവം കുറിച്ചു വെച്ച് അവധി മറന്ന് കടക്കുവാൻ ഇതിന് കഴിവില്ല. ദൈവത്തിൻ്റെ അവധി മുറിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചോന്ന് അറിയത്തില്ല, പലയിടത്ത് പ്രസംഗിച്ചുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നു. 19-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഈ പകലിനോട് എന്ത് വാക്കാ കൊടുത്തത്? രാത്രിയോട് എന്ത് അറിവാ കൊടുത്തത്? അതിന് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനില്ല, അർത്ഥം പ്രസംഗിച്ച് കേട്ടിട്ടില്ല, എഴുതി വായിച്ചിട്ടില്ല, ആരും പുറമുകളിൽ ഘോഷിക്കുന്നതും കേട്ടിട്ടില്ല. ബട്ട് ഒരു സൈലന്റ് മോഡിൽ ഇട്ടുകൊണ്ട് എ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? രാത്രിയോടൊരു വാക്ക് പറഞ്ഞു, പകലോടൊരു വാക്ക് പറഞ്ഞു. അതിന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും. രാത്രിയോട് പറഞ്ഞത്, എത്ര ശക്തിയോടെ നാം ഈ വെളിച്ചത്തെ വിഴുങ്ങിയാലും, എത്ര പ്രതാപത്തോടെ അവൻ്റെ മേൽ മൂടിയാലും, നാളെ പ്രഭാതത്തിൽ മാറിക്കൊടുത്തേ പറ്റൂ. ശബല